Good evening. Welcome to my class. Today we are going to study interpolation and Newton-Raphson method. നമ്മൾ ഇന്റർപോളേഷൻ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഇന്റർപോളേഷൻ എന്നാൽ എന്താണ്? What is interpolation? Interpolation is a technique of obtaining the value of a function for any intermediate values of the independent variable, that is argument within an interval, when the values of the arguments are given. Interpolation എന്ന് പറയുന്നത് ഒരു വിദ്യയാണ്, ഒരു ടെക്നിക്കാണ് of obtaining the value of a function. ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ ലഭിക്കുവാൻ വേണ്ടി for any intermediate values of the independent variable. അതായത് എക്സ് എന്ന് പറയുന്ന സാധാരണ ഉപയോഗിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലെ അതിലെ ഇൻ്റർമീഡിയറ്റ് വാല്യൂസ്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എക്സിനെ ഒരു വാല്യൂ വൈയുടെ വാല്യൂ നമുക്കറിയാം, പക്ഷേ രണ്ട് എക്സ് വാല്യൂവിൻ്റെ ഇടയിലുള്ള ഒരു എക്സ് വാല്യൂവിൻ്റെ വൈ വാല്യൂ അറിയില്ല, ആ ഫംഗ്ഷൻ്റെ വാല്യൂ അറിയില്ല. അതിനാണ് ആർഗ്യുമെൻറ്റ് വിത്തിൻ ആൻ ഇൻ്റർവൽ. ഒരു ഇൻ്റർവെലിനുള്ളിലെ ഒരു എക്സ് വാല്യൂവിലെ ഒരു വാല്യൂ, ഫംഗ്ഷൻ്റെ വാല്യൂ, അതിനാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് വെൻ ദ വാല്യൂസ് ഓഫ് ദ ആർഗ്യുമെൻറ്റ്സ് ആർ ഗിവൺ, ആ ഇൻ്റർവെല്ലിലെ അറ്റത്തുള്ള ആർഗ്യുമെൻറ്റ്സ് നമുക്കറിയാം, പക്ഷേ ഇൻ്റർവെല്ലിൻ്റെ ഇടയിലുള്ള എക്സ് വാല്യൂവിൻ്റെ ആർഗ്യുമെൻറ്റ്സ് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കുന്നതിനെയാണ് ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് വി ആർ ഗിവൺ ദ ഫോളോയിങ് വാല്യൂസ് ഓഫ് വൈ ഫോർ എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എക്സ്. ഉദാഹരണത്തിന് നമ്മൾക്ക് എക്സിൻ്റെ കുറച്ച് വാല്യൂസ് ഉണ്ട്, അതിൻ്റെ ആ എക്സ് വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ആനുപാതികമായ വൈ വാല്യൂസ് നമുക്കറിയാം. Then the process of finding the value of y corresponding to any value of x is equal to xi between x0 and xn is called interpolation. അതായത് x0 xn എന്ന് പറയുന്ന രണ്ട് എക്സ് വാല്യൂസ്, ആ അറ്റത്തുള്ള എക്സ്ട്രീം വാല്യൂസിൻ്റെ ഇടയിൽ, ഇൻ്റർവെല്ലിൻ്റെ അറ്റത്തുള്ള വാല്യൂസിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് വൈ വാല്യൂവിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഔട്ട്സൈഡ് ദ ഗിവൺ റേഞ്ച് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഈസ് കോൾഡ് എക്സ്ട്രാപോളേഷൻ. ഇതേപോലെ നമ്മൾ ഈ റേഞ്ചിന് പുറത്തുള്ള ഒരു എക്സ് വാല്യൂവിൻ്റെ വാല്യൂ, വൈ വാല്യൂ, എക്സ് വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് എക്സ്ട്രാപോളേഷൻ എന്ന് പറയുന്നത്. However, the term interpolation is applied to both processes. If the form of the function is known, we can find fx for any value by simple substitution. എപ്പോഴാണ് ഇൻ്റർപോളേഷൻ്റെ ആവശ്യം വരിക? നമ്മൾക്ക് ഫോം ഓഫ് ദ ഫംഗ്ഷൻ അറിയില്ല, ഫംഗ്ഷൻ്റെ ഫോം അറിയില്ല, മറിച്ച് ഓരോ എക്സ് വാല്യൂവിലെ ഫംഗ്ഷൻ്റെ വാല്യൂസ് മാത്രമേ അറിയുള്ളൂ. ഫംഗ്ഷൻ്റെ ഫോം നമ്മൾക്ക് അറിയാമെങ്കിൽ ആ ഫോമിലേക്ക് ഇഷ്ടമുള്ള എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടും. പക്ഷേ നമുക്ക് എന്തില്ല, ഫംഗ്ഷൻ്റെ ഫോം ഇല്ല, പക്ഷേ ഫംഗ്ഷൻ്റെ വാല്യൂസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുന്നത്. But in most practical problems that occur in engineering and science, the form of the function is unknown and it is very difficult to determine its exact form with the help of a tabulated set of values. അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, പ്രാവർത്തികമായ പ്രോബ്ലംസ് എഞ്ചിനീയറിംഗിലും സയൻസിലും വരുന്ന പ്രോബ്ലംസിൽ എടുക്കുമ്പോൾ അവിടെ ഫംഗ്ഷൻ്റെ ഫോം അറിയാതെ വരികയും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ എക്സാക്ട് ഫോം. നമ്മളുടെ കയ്യിലുള്ള ടാബ്ലറ്റഡ് സെറ്റ് ഓഫ് വാല്യൂസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ഫംഗ്ഷൻ്റെ ഫോം കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. In such cases, we replace the fx by a simple function called interpolating function or smoothing function, from which other values may be computed to the desired value of accuracy. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ
എഫ് എക്സ് എന്ന് പറയുന്ന യഥാർത്ഥ ഫംഗ്ഷനെ നമ്മൾ ഒരു ഇൻ്റർപോളേറ്റിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്മൂത്തിങ് ഫംഗ്ഷൻ എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുകയും ആ സ്മൂത്തിങ് ഫംഗ്ഷനിൽ നിന്നും അല്ലെങ്കിൽ ഇൻ്റർപോളേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്നും മറ്റ് വാല്യൂസുകൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ട് ചെയ്ത്, അതായത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾക്ക് ആവശ്യമുള്ള ആക്യുറസിയിൽ. If fx is a polynomial, then it is called interpolating polynomial and the process is called polynomial interpolation. നമ്മൾ ഉപയോഗിക്കുന്ന സ്മൂത്തിങ് ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ എന്നും ഈ പ്രോസസ്സിനെ പോളിനോമിയൽ ഇൻ്റർപോളേഷൻ എന്ന് പറയും. If fx is a finite trigonometric series, then the process is called trigonometric interpolation. അഥവാ ഈ സ്മൂത്തിങ് ഫംഗ്ഷൻ ഒരു ട്രിഗണോമെട്രിക് സീരീസ് ആണെങ്കിൽ അതിനെ നമ്മൾ ട്രിഗണോമെട്രിക് ഇൻ്റർപോളേഷൻ എന്ന് പറയും. യൂഷ്വലി ദ പോളിനോമിയൽ ഇൻ്റർപോളേഷൻ ഇസ് പ്രിഫേർഡ് ഡ്യൂ ടു ദ റീസൺ ദാറ്റ് ദേ ആർ ഫ്രീ ഫ്രം സിംഗുലാരിറ്റീസ് ആൻഡ് ഈസി ടു മാനിപ്പുലേറ്റ്, ഡിഫറൻഷിയേറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റ്. സാധാരണ നമ്മൾ പോളിനോമിയൽ ഉപയോഗിക്കാൻ പ്രിഫർ ചെയ്യാൻ കാരണം അത് സിംഗുലാരിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും എളുപ്പമായതുകൊണ്ടും നമ്മൾ പോളിനോമിയൽ ഇൻ്റർപോളേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽ ഇൻ്റർപോളേഷൻ ആണ് യൂസിങ് ദ കാൽക്കുലേഷൻ ഓഫ് ഫൈനൈറ്റ് ഡിഫറൻസസ്. ആദ്യമായി നമ്മൾക്ക് ഗ്രിഗറി ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല എന്താണെന്ന് നോക്കാം. ആദ്യമായി നമ്മളൊരു ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്നു വിച്ച് ടേക്സ് എ വാല്യൂ y0, y1, y2 എക്സെട്ര ഫോർ n+1 വാല്യൂസ് x0, x1 എക്സെട്ര xn ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വാല്യൂസ്. അപ്പോൾ നമ്മൾ ആർഗ്യുമെൻറ്റ് x0 to xn വരെയുള്ള ആർഗ്യുമെൻറ്റും y0 to yn വരെയുള്ള ഫംഗ്ഷൻ്റെ വാല്യൂസും നമ്മൾക്കറിയാം. ലെറ്റ് ദീസ് വാല്യൂസ് ഓഫ് x ബി ഇക്വിഡിസ്റ്റൻറ്റ്. നമ്മുടെ കയ്യിലുള്ള ഈ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്, ആർഗ്യുമെൻറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് ഇക്വിഡിസ്റ്റൻ്റ് ആണ്. ആൻഡ് ലെറ്റ് വൈ എക്സ് ബി ദ പോളിനോമിയൽ ഓഫ് എക്സ് ഇൻ ദ nth ഡിഗ്രി. നമ്മൾ എടുക്കാൻ പോകുന്ന പോളിനോമിയൽ വൈ എക്സ് എന്ന് പറയുന്നത് അത് nth ഡിഗ്രിയാണ്. such that yi is equal to f of xi, xi runs from 1 to n. അപ്പോൾ nth ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് y of x is equal to a0 plus a1 x minus x0 plus a2 x minus x0 x minus x1 plus a3 x minus x0 x minus x1 x minus x2. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഓരോ കോൺസ്റ്റൻറ്റും a0 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ഉണ്ടായിരിക്കും, a1 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഒരു എക്സ് ടേമും കൂടെ ഉണ്ടാവും. ആ എക്സ് ടേമിൻ്റെ കൂടെ ഒരു എക്സ് മൈനസ് x0. അപ്പോൾ a0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ 0th ടേം ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾക്ക് വെറും 1 മാത്രമേ, എക്സിൻ്റെ ഒരു ടേമും ഇല്ല. a1 ആണെങ്കിൽ എക്സ് മൈനസ് x0 ഒരെണ്ണം കുറച്ച്, a1ൻ്റെ കൂടെ 1 കുറച്ചാൽ 0, അപ്പോൾ എക്സ് മൈനസ് x0. a2 ആണെങ്കിൽ എക്സ് മൈനസ് x1 വരെ വരും, അപ്പോൾ എക്സ് മൈനസ് x0 മുതൽ എക്സ് മൈനസ് x1 വരെ. അങ്ങനെ നമ്മൾ അവസാനത്തെ ടേം എടുക്കുകയാണെങ്കിൽ an മുതൽ എക്സ് മൈനസ് xn മൈനസ് 1 എന്ന് വരും. ഇനി നമ്മൾ x0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ടേം മുതലുള്ള എല്ലാ ടേമും 0 ആയി പോകും, ബിക്കോസ് എക്സ് മൈനസ് x0 0 ആണ്. ആദ്യത്തെ ടേമിൽ മാത്രമാണ് എക്സ് മൈനസ് x0 ഇല്ലാത്തത്. അപ്പോൾ y0യുടെ വാല്യൂ a0 ആണെന്ന് കിട്ടി. പിന്നെ y1ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമ്മൾക്ക് y1 ഈക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു x1 മൈനസ് x0 എന്ന് കിട്ടും. അങ്ങനെ y2ൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ നമ്മൾക്ക് a0യുടെ വാല്യൂ, a1ൻ്റെ വാല്യൂ, a2ൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ an എന്ന് പറയുന്നത് ഡെൽറ്റ റൈസ് ടു n y0 ബൈ n ഫാക്ടോറിയൽ h റൈസ് ടു n. ഇനി അവസാനം നമ്മൾ ഈ a0ക്ക് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെൽറ്റ y0 ബൈ h എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും എക്സ് മൈനസ് x0 ബൈ hന് പകരം p സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് p ഇൻറ്റു ഡെൽറ്റ y0 ആയി. പിന്നെ മൂന്നാമത്തെ ടേം, അതായത് ഡെൽറ്റ y0 ബൈ 2 ഫാക്ടോറിയൽ h². കാരണം എന്താണ്, നേരത്തെ a2ന് പകരം വരുന്നത് എന്താണ്, a2ന് പകരം വരുന്നത് ഡെൽറ്റ സ്ക്വയർ y0 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു h² ആണ്. അങ്ങനെയാണ് a2ന് പകരം അവിടെ വന്നത്. വീണ്ടും നമ്മൾ എക്സ് മൈനസ് x1ന് പകരം നമ്മൾക്ക് എന്ത് കിട്ടാം, p ഇൻറ്റു p മൈനസ് 1 എന്ന് എഴുതാം. അങ്ങനെ അവസാനം നമ്മൾക്ക്
കിട്ടുന്ന ഒരു ഫോർമുല ഉണ്ട്. അത് എന്ന് പറയുന്നത് y0 പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ y0 പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ y0 പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 പി മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ ഡെൽറ്റ ക്യൂബ് y0 പ്ലസ് എക്സെട്ര പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 പി മൈനസ് 2 പി മൈനസ് 3 എക്സെട്ര പി മൈനസ് ഓഫ് n മൈനസ് 1 ഡെൽറ്റ റേസ് ടു n y0 ബൈ n ഫാക്ടോറിയൽ. ഈ ഇക്വേഷൻ 3നെയാണ് ഗ്രിഗറി ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ദ എക്സ്പ്രഷൻ ഓഫ് ദ ഫോം. ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ആൽജിബ്രിക് ഇക്വേഷനും ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ദ എക്സ്പ്രഷൻ ഓഫ് ദ ഫോം a0xn പ്ലസ് a1xn മൈനസ് 1 a2xn മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് an മൈനസ് 1 എക്സ്. അത് നമ്മൾ നേരെ തിരിച്ചു പറയുകയാണ്. a0 പ്ലസ് a1x. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞത് a0 പ്ലസ് a1x മൈനസ് x0 അത് തന്നെയാണിത്, പക്ഷേ തിരിഞ്ഞു വന്നതേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഈ പോളിനോമിയൽ ഈക്വൽ ടു 0 എന്ന് പറയുന്നതിനെയാണ് ആൽജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഈ പോളിനോമിയൽ ഇക്വേഷൻ ഈ ഫംഗ്ഷനിൽ എഫ്എക്സിൽ എക്സ് കൂടാതെ എക്സ്പോണൻഷ്യൽ ട്രിഗണോമെട്രിക് ലോഗരിതം ഒക്കെ ഫംഗ്ഷൻസ് വരികയാണെങ്കിൽ അതിനെ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ എന്ന് പറയും. ഇനി ഈ സെക്ഷനിൽ നമ്മൾ അടുത്തത് എങ്ങനെയാണ് ഒരു ആൽജിബ്രിക് ഇക്വേഷൻ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ അടുത്ത സെക്ഷൻ, അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് പിന്നെ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ആണ്. അതിൻ്റെ പ്രോഗ്രാം നമ്മൾ അടുത്തതായിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മൾ വേറൊരു പ്രോഗ്രാമാണ് പഠിക്കാൻ പോകുന്നത്. അതൊരു മെത്തേഡും ഒരു പ്രോഗ്രാമും കൂടെ പഠിക്കും. എങ്ങനെയാണ് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. നമ്മൾക്കൊരു ഇക്വേഷൻ അറിയാമെങ്കിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് റൂട്ട് നമുക്ക് അറിയാമെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റൂട്ട് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ x0 എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാവുന്ന അപ്രോക്സിമേറ്റ് റൂട്ടാണെങ്കിൽ നമ്മൾ x0 പ്ലസ് h എന്ന് പറയുന്ന ഒരു നെയ്ബറിംഗ് പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ആ നെയ്ബറിംഗ് പോയിൻറ്റിനെ ടൈലർ സീരീസ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ആ നെയ്ബറിംഗ് പോയിൻറ്റും റൂട്ടാണെങ്കിൽ ആ നെയ്ബറിംഗ് പോയിൻറ്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. പക്ഷേ ആ ടൈലർ സീരീസ് എക്സ്പാൻഷൻ 0 ആയിരിക്കും. അപ്പോൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ 0 ആണെങ്കിൽ നമ്മൾക്ക് ഹയർ ഓർഡർ ടേംസ് വളരെ അടുത്ത പോയിൻ്റാണ് എക്സ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ h എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ x1 മൈനസ് x0 എന്ന് പറയുന്നത് h വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, h is equal to മൈനസ് എഫ് ഓഫ് x0 ബൈ എഫ് ഡാഷ് ഓഫ് x0. അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, x1 സമം x0 പ്ലസ് h എന്ന് പറയുന്ന നെയ്ബറിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് x0 മൈനസ് എഫ് ഓഫ് x0 ബൈ എഫ് ഡാഷ് x0. കാരണം എന്താണ്, ഈ ടൈലർ സീരീസ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈക്വൽ ടു 0 ഇട്ടാൽ നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടും. ആ എച്ചിൻ്റെ വാല്യൂ വീണ്ടും x0 പ്ലസ് എച്ചിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, x0 മൈനസ് എഫ് ഓഫ് x0 ബൈ എഫ് ഡാഷ് x0 എന്ന് കിട്ടും. അപ്പം എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് എഫ് ഓഫ് x0 ബൈ എഫ് ഡാഷ് x0. അങ്ങനെ നമ്മൾ ഇപ്പോൾ x1നെ വീണ്ടും x0 ആയിട്ട് സങ്കല്പിക്കുന്നു. അങ്ങനെ വീണ്ടും അടുത്ത പോയിൻ്റ് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും ആ ഇക്വേഷൻ എക്സാക്ട്ലി സൊല്യൂഷൻ്റെ അടുത്തേക്ക് വന്ന് അവസാനം നമ്മൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂവിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള ആക്യുറസിയിലേക്ക് എത്തും. ഇതിനെയാണ് നമ്മൾ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ xn പ്ലസ് 1 ഈസ് ഈക്വൽ ടു xn മൈനസ് എഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് xn ഈസ് കോൾഡ് ന്യൂട്ടൺസ് റാഫ്സൺ മെത്തേഡ്. ഇനി നമ്മൾ ഒരു ഇക്വേഷനെ ഇതുപയോഗിച്ച് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ നമ്മൾക്ക് തന്നിട്ടുണ്ട് x³ മൈനസ് x മൈനസ് 11. ഏകദേശമുള്ള അപ്രോക്സിമേറ്റ് റൂട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് 2 എടുക്കുകയാണെങ്കിൽ മൈനസ് 5 കിട്ടും, എഫ് ഓഫ് 3 എടുക്കാൽ 13 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 ആൻഡ് 3 ലൈസ് ഇൻ ബിറ്റ്വീൻ 2 ആൻഡ് 3. 2നും 3നും ഇടയ്ക്കാണ് ഈ ഇക്വേഷൻ്റെ റൂട്ട് ഉള്ളത് എന്ന് വിചാരിക്കാം. ഇനി നമ്മൾ പ്രോഗ്രാം എഴുതുകയാണ്. പ്രോഗ്രാമിൽ ആദ്യം മാത്ത് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ ഡെഫ് എഫ് എക്സ് റിട്ടേൺ x³ മൈനസ് നമ്മുടെ എന്താണോ ഫംഗ്ഷൻ സോൾവ് ചെയ്യാൻ പോകുന്നത് അതിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. x0 എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ അപ്രോക്സിമേറ്റ് റൂട്ടാണ്, അത് എൻ്റർ ചെയ്യുന്നു. dxൻ്റെ വാല്യൂ എൻ്റർ ചെയ്യുന്നു. വൈൽ എന്ന് പറയും നമ്മളൊരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മളുടെ കയ്യിലുള്ള അപ്രോക്സിമേറ്റ് റൂട്ടിലെ വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാരണം ആ വൈയുടെ വാല്യൂ ആ x0യുടെ പൊസിഷനിലെ വൈ ഡാഷ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആദ്യം വൈ കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക്
dy/dx കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഫംഗ്ഷൻ അറിയില്ല. അപ്പോൾ നമ്മൾ അതിന് തൊട്ടടുത്തുള്ള 2 പോയിന്റുകളിലെ y1 y2 എന്ന് പറയുന്ന 2 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് സബ്ട്രാക്ട് ചെയ്യുന്നു. അതിനുശേഷം dy/dx കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ ന്യൂട്ടൺ റാപ്സൺ ഇക്വേഷനിലേക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. വീണ്ടും നമ്മൾ ആക്യുറസി ചെക്ക് ചെയ്യുന്നു. ആക്യുറസി ആണെങ്കിൽ നമ്മൾ വൈൽ ലൂപ്പിന് പുറത്തു പോകുന്നു. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇപ്പോൾ കിട്ടിയ എക്സിനെ x0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഈ വൈൽ ലൂപ്പ് വീണ്ടും റൺ ചെയ്തുകൊണ്ടേയിരിക്കും ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നത് വരെ. ഇതോടുകൂടി ഈ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് അവസാനിച്ചു. അപ്പോൾ ഒന്നുകൂടെ പ്രോഗ്രാം പറയാം. ആദ്യമായി നമ്മൾ മാത്ത് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നു. ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ ഒന്നാമത്തെ ലൈനായി. രണ്ടാമത്തെ ലൈൻ നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ def(x) വേണം. അതിൻ്റെ കൂടെ റിട്ടേൺ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ വേണം. അടുത്തതിന് ശേഷം നമ്മൾക്ക് അറിയാവുന്ന അപ്രോക്സിമേറ്റ് റൂട്ട് എൻ്റർ ചെയ്ത് സ്റ്റോർ ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ x0യിലെ y വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ y വാല്യൂ മാത്രം പോരാ, y വാല്യൂ ഉപയോഗിച്ച് dy/dx കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ അത് ന്യൂമറിക്കലായിട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു dx വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. dx വാല്യൂ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് ആ dxൻ്റെ പ്ലസ് മൈനസ്, അപ്പോൾ x+dxും x-dxലെ 2 y വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് സബ്ട്രാക്ട് ചെയ്താൽ ആ സബ്ട്രാക്ട് ചെയ്ത dy ഉപയോഗിച്ച് dy/dx കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ അതിനുശേഷം y' കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾക്ക് ആ y' ഉപയോഗിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, yയും y' കിട്ടിക്കഴിഞ്ഞാൽ അവസാനം നമ്മൾക്ക് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. അതോടുകൂടി ഈ പ്രോഗ്രാം അവസാനിക്കുന്നു. എൻഡ് ഓഫ് ദ പ്രോഗ്രാം. താങ്ക് യു വൺ ആൻഡ് ഓൾ.